ദൗത്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഡിഗ്രി ലെവലിലോട്ട് വന്നപ്പോൾ നാസ വരെ ചോദിക്കുന്നുണ്ട്. നാസയെ ഒരുപാട് മിഷൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വരവിനേക്കാൾ കൂടുതലാണ് ചെലവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ധനക്കമ്മി ഉണ്ടാവും. ഏതൊക്കെയാണ്? ജനുവരി നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ, ജനുവരി 21. ഓക്കെ, ഏതൊക്കെയാണ്? മണിയൻ എന്ന് പറയുമ്പോൾ മണിപ്പൂര്. ഓക്കെ, മണിപ്പൂര് കിട്ടി. മേഘയിൽ നിന്ന് മേഘാലയ കിട്ടി. മേഘാലയ വനിതാ സംവരണ ബില്ലാണ്. നമ്മുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 2024 PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 3 കറണ്ട് അഫയേഴ്സ് ചോദ്യ പേപ്പറുകളാണ്. പ്രധാനമായിട്ടും ഡിഗ്രി ലെവലിൽ നടന്നത് ഈ 3 ചോദ്യ പേപ്പറുകളാണ്. ഒന്ന് LSGS ഫേസ് 2, അടുത്തത് LSGS ഫേസ് 1, അടുത്ത ജൂനിയർ അസിസ്റ്റന്റ്. ഈ 3 ചോദ്യ പേപ്പറുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നടന്ന LSGS സെക്കൻഡ് പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മുടെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇനി അടുത്ത എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ അതിന്റെ ബാക്കി നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഹു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ്? ആരാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? വിഷ്ണു ദിയോ സായി ആണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിയിട്ട് വേണം ഇനിയുള്ള എക്സാംസിന് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ ആരാണ് നമ്മുടെ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി? വിഷ്ണു ദിയോ സായി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്ക. ഇതിന്റെ ഫുൾ ലിസ്റ്റ് പഠിക്കണം. അപ്പൊ അത് മൊത്തം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് അത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഇനി among the following which country or countries voted in favor of resolution in the UN General Assembly that demanded an immediate ceasefire in the recent Israel-Hamas conflict? അപ്പൊ നമ്മുടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ യുദ്ധം ഇപ്പൊ PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധവും റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി എന്താണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് UN ജനറൽ അസംബ്ലിയിലെ ഒരു പ്രമേയം പാസാക്കി. ആ ഒരു പ്രമേയത്തിൽ അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യങ്ങളെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ലൈബീരിയ, ഇന്ത്യ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കൺഫ്യൂസിങ് ചോദ്യമാണ്. കാരണം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ അതേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവം? എന്താണ്? ലൈബീരിയയും ഇന്ത്യയും ഉണ്ട്. പലർക്കും ഇതിൽ സംശയം വരും, ലൈബീരിയ ഉണ്ടോ, ലൈബീരിയ അനുകൂലമായിട്ടല്ലോ, എതിരെ അല്ലേ ചെയ്തത് എന്നൊക്കെ ഒരു ഡൗട്ട് വരും. പക്ഷെ എതിരെ ആയിരുന്നു, പിന്നീട് അവർ പിന്മാറി. അപ്പൊ അത്രയും ലേറ്റസ്റ്റ് ആയിട്ട് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ PSC ശ്രദ്ധിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതേ കണക്ക് എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തില് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. അതിനെ അനുകൂലിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ലൈബീരിയയും ഇന്ത്യയും ഉണ്ട്. അപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നാണ് ആരംഭിച്ചത്? 2023 ഒക്ടോബർ 7-നാണ്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നത്. 2008 മുതൽ ഗാസ ഇസ്രായേൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ 5ാമത്തെ യുദ്ധമാണിത്. ഗാസ ഇസ്രായേലിന്റെ തമ്മിലുള്ള 5ാമത്തെ യുദ്ധമാണ് ഇപ്പൊ ഇത്രയും വലിയ സംഘർഷ രീതിയിലേക്ക് എത്തിയത്. അപ്പൊ ഇതിന്റെ പ്രമേയം, ഈ ഒരു പ്രമേയം നമ്മൾ UN അവതരിപ്പിച്ചു. അതിനെ അനുകൂലിച്ച 153 രാജ്യങ്ങളുണ്ട്. 10 രാജ്യങ്ങൾ എതിരായിരുന്നു, 23 രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയായിരുന്നു ആ പ്രമേയം അവതരിപ്പിച്ചപ്പോ. അപ്പൊ ആരൊക്കെയാണ് എതിർത്ത്? അനുകൂലിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത്രയും നമുക്ക് പഠിക്കാൻ പറ്റൂല. അതിനേക്കാളും നമ്മൾ എതിർത്ത് നിൽക്കുന്നവരെ പഠിക്കുന്നതാണ് എളുപ്പം. ആരൊക്കെയാണ്? US, ഇസ്രായേല്, ഓസ്ട്രിയ, ചെക്കിയ, ഗോട്ടിമാല, ലൈബീരിയ, മൈക്രോനേഷ്യ, നൗറു, പാപ്പുവ ന്യൂഗിനിയ, പരാഗോ എന്നീ രാജ്യങ്ങൾ എന്താണ്? എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തവരാണ്. പക്ഷെ ഈ ലൈബീരിയ എന്താണ്? പിന്നീട് ഈ എതിർപ്പിൽ നിന്ന് പിന്മാറി, അനുകൂലിച്ചു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം തന്നെ അവിടെ വന്നത്. ഇനി അടുത്തത് എന്താണ്? വിട്ടുനിന്നവരാരൊക്കെയാണ്? UK, ജർമ്മനി, ഹംഗറി, ഇറ്റലി, അർജന്റീന, മലാവി, നെതർലൻഡ്, ഉക്രൈൻ, ദക്ഷിണ സുഡാൻ, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത്, അതിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നത്. അപ്പൊ ലൈബീരിയ ഇതിൽ പിന്മാറിയതുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത്രയും സമകാലീന പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ PSC ഈ ഒരു ചോദ്യം വരാൻ കാരണം അത്രയും സമകാലീന പ്രാധാന്യമുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പൊ സമകാലീന പ്രാധാന്യമുള്ള ന്യൂസിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പം PSC എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നോക്കിക്കോണം. അടുത്ത് നമ്മുടെ നാസയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സമുദ്രത്തിലെ സൂക്ഷ്മ ജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നമ്മുടെ നാസ വിക്ഷേപിച്ചു. ഓക്കെ, അതിൽ ആ പേസിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേസിന്റെ ഫുൾ ഫോം? പ്ലാങ്ക്ടോൺ എരോസെൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. എന്താണ്? പ്ലാങ്ക്ടോൺ എരോസെൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതാണ് പേസിന്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്, നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന നാസയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് പേസ് എന്ന് പറയുന്നത്. അപ്പൊ നാസയുടെ എന്താണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇത്രയും നാളെ നമ്മൾ PSCയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യയുടെ മിഷൻസ് ആണ്, നമ്മുടെ ISROയുടെ ദൗത്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഡിഗ്രി ലെവലിലോട്ട് വന്നപ്പോൾ നാസ വരെ ചോദിക്കുന്നുണ്ട്. നാസയെ ഒരുപാട് മിഷൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിക്കോണം കേട്ടോ. 2024 ഫെബ്രുവരിയിലാണ് നാസ എന്ത് വിക്ഷേപിക്കുന്നത്? ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള പേസ് വിക്ഷേപിക്കുന്നത്. പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതാണ് പേസിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടണിനെയും ബ്ലൂംസിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം മെയിൻ ആയിട്ടും കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ വായുവിലെ കണികകൾ, അതായത് പൊടിയും പുകയും പോലുള്ളവ മേഘരൂപീകരണത്തെ, ഗ്രഹത്തിന്റെ ചൂട് തണുപ്പും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനും പേസ് സഹായിക്കും. അപ്പൊ മേഘരൂപീകരണത്തിന് ഗ്രഹത്തിന്റെ ചൂടും തണുപ്പും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അതുപോലെ എന്താണ് നമ്മുടെ കടലില് സമുദ്രത്തില് ഫൈറ്റോ പ്ലാങ്ക്ടനെയും ബ്ലൂംസിനെയൊക്കെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേസ് കൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ബജറ്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ യൂണിയൻ ബജറ്റ് അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ ബജറ്റ് 2023-24 അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ചോദിക്കുകയാണെങ്കിൽ 5.9 ആണ് വരുന്നത്. ഓക്കെ, എല്ലാ വർഷവും എന്താണ് അവര് പുതുക്കാറുണ്ട്. ഈ അവതരിപ്പിക്കുന്ന എന്താണ് 2023 ഫെബ്രുവരി 1 നമ്മുടെ എന്താണ് യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ എല്ലാ വർഷവും പുതുക്കിയ, ഈ പറഞ്ഞതിനകത്ത് നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയാൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ആ പുതുക്കിയ ബജറ്റിന്റെ കാര്യമാണ് ചോദിച്ചത്. അത് എത്രയാണ്? 1% കൂടെ കുറഞ്ഞു ധനക്കമ്മി. എത്രയാണ്? 5.8 ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 5.8% ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ യൂണിയൻ ബജറ്റ് 2023-24 എന്നാണ് ഇത് അവതരിപ്പിച്ചത്? അതാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. 2023 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ധനകാര്യ മന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമന്റെ 5ാമത്തെ ബജറ്റ് ആണ് നമ്മുടെ യൂണിയൻ ബജറ്റ്. 6 ബജറ്റ് നിലവിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 6 ബജറ്റുകൾ അവതരിപ്പിച്ച ഏക വനിതാ ധനമന്ത്രിയാണ് ആര്? നിർമ്മലാ സീതാരാമൻ. 5ാമത്തതാണ് യൂണിയൻ ബജറ്റ്, 6ാമത്തത് ഇടക്കാല ബജറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതല്ല, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അല്ല കേട്ടോ. അവര് മാറ്റിയരാ. 87 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്നാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്? എന്നാണ് നമ്മുടെ കേന്ദ്ര ബജറ്റ് അല്ലെങ്കിൽ യൂണിയൻ ബജറ്റ് 2023-24 അവതരിപ്പിച്ചത്? 2023 ഫെബ്രുവരിയിലെ ആദ്യത്തെ വർക്കിംഗ് ഡേയിലാണ്. അതെന്നാണ്? 2023 ഫെബ്രുവരി 1 അപ്പൊ ഈ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ നിർമ്മലാ സീതാരാമൻ ആണ്. നിർമ്മലാ സീതാരാമൻ 6 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 5 നോർമൽ ബജറ്റുകളും 1 ഇടക്കാല ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 5ാമത്തത് എന്താണ്? നോർമൽ ബജറ്റ് ആണ്. 6ാമത്തത് ഇടക്കാല ബജറ്റ് ആണ്. 2024-25 എന്താണ്? ഇടക്കാല ബജറ്റ് ആണ് നമ്മുടെ 6ാമത്തെ, നിർമ്മലാ സീതാരാമന്റെ 6ാമത്തെ ബജറ്റ്.
ഇനി നമ്മുടെ എന്താണ് ഈ നമ്മുടെ യൂണിയൻ ബജറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? അത് 5ാമത്തെ ബജറ്റ് ആണ്. ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്തെന്നാണ്? ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100. അപ്പൊ യൂണിയൻ ബജറ്റ് 2023-24 എന്തെന്നാണ് വിശേഷിപ്പിക്കുന്നത്? ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ യൂണിയൻ ബജറ്റില് ചില കാര്യങ്ങളെ, ചില മുൻഗണനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 7 മുൻഗണനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്താണ്? സപ്തർഷികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ നമ്മുടെ യൂണിയൻ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന 7 മുൻഗണനാ ടോപ്പിക്കുകളെ എന്തെന്നാ വിശേഷിപ്പിച്ചത്? സപ്തർഷികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് ആ സപ്തർഷികളിൽ വരുന്നത്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, ഏറ്റവും താഴെ തട്ടിൽ വരെ നേട്ടങ്ങൾ എത്തിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ എന്താണ്? നിക്ഷേപത്തിലൊക്കെയുള്ള വളർച്ച, ശേഷി പ്രയോജനപ്പെടുത്തൽ, ഹരിത വളർച്ച, യുവശക്തി, ധനകാര്യ മേഖല. ഇത്രയും 7 ടോപ്പിക്കുകളാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുൻഗണനാ വിഷയങ്ങളായിട്ട് നമ്മുടെ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 7 മുൻഗണനാ വിഷയങ്ങളെ എന്തെന്ന് പറയുന്നു? സപ്തർഷികൾ എന്നാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2023-24 ബജറ്റ് എസ്റ്റിമേറ്റുകൾ ഒന്ന് നോക്കാം. വായ്പകൾ ഒഴികെ മൊത്തം വരവ് എത്രയാണ്? വരവ് എത്രയാണ്? വരവ് എന്ന് പറയുമ്പോൾ നമ്മൾ കടം മേടിക്കുന്നതിനകത്ത് കൂട്ടുവോ? ഇല്ല, കൂട്ടൂല. നമ്മുടെ വരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ആയിരിക്കും, അല്ലാതെ കടമൊന്നും അതിൽ കൂട്ടൂല. അതായത് വായ്പകളൊന്നും കൂട്ടൂല. അപ്പൊ വായ്പകൾ ഒഴികെ മൊത്തം വരവ് എത്രയാണ്? 27.2 ലക്ഷം കോടിയാണ്. ചെലവ് എത്രയാണ്? 45 ലക്ഷം കോടിയാണ്. അപ്പൊ നോക്കി, ഏകദേശം എന്താണ്? നല്ലൊരു എമൗണ്ട് ചെലവുണ്ടല്ലേ? അപ്പൊ വരവിനേക്കാൾ കൂടുതലാണ് ചെലവ്. ഓക്കെ, വരവിനേക്കാൾ കൂടുതലാണ് ചെലവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ധനക്കമ്മി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ GDP അനുസരിച്ച് ധനക്കമ്മി എത്ര ശതമാനമാണ്? 5.9%. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് എത്രയാണ്? 5.8%. ഓക്കെ അല്ലേ? 2023-24 ധനക്കമ്മി നികത്താൻ തീയതി രേഖപ്പെടുത്തിയ സെക്യൂരിറ്റിയിൽ നിന്നുള്ള അറ്റ വിപണി വായ്പ 11.8 ലക്ഷം കോടി രൂപയായി കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊത്തം വിപണി വായ്പ എത്രയാണ്? 15.4 ലക്ഷം കോടി രൂപയുമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ഡേയില് എന്താണ് മുഖ്യ അതിഥി ആരായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ഡേയിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇതെങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയെന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷം ആഘോഷിച്ചത് 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. ഓക്കെ, അപ്പൊ ആ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് കൊണ്ടാണ് ഫസ്റ്റ് റിപ്പബ്ലിക് ഡേക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് വന്നത്. അപ്പൊ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി? ആരാണ്? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാൻ ആണോ? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിൻസെന്റ് ഓറിയോൾ ആണോ? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുക്കാർണോ ആണോ? സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് സ്റ്റാലിൻ ആണോ? ആരാണ് നമ്മുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുക്കാർണോ ആണ് ആദ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ അതിഥി ആയിട്ടുള്ളത്. നമ്മൾ ഈ വർഷം ആഘോഷിച്ചത് ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. ഓക്കെ, 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ഈ വർഷം ആഘോഷിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് നിറവിൽ നമ്മുടെ രാജ്യം നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് 75ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. ഈ റിപ്പബ്ലിക് ഡേ പരേഡുകളൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് കർത്തവ്യ പഥിൽ വെച്ചിട്ടാണ്. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ 2024 അല്ലെങ്കിൽ 75ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ തീം എന്താണ്? തീം വികസിത ഭാരത് ലോകതന്ത്രക്ക് മാതൃക. എന്താണ്? വികസിത ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഈ ക്രാന്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതുമായിട്ടാണ്? ആട്ടോമേഷൻ ഓഫ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ആണോ? ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ് ആണോ? ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ് ആണോ? സോളാർ ഇലക്ട്രിക് പ്രൊജക്ട് ആണോ? ഇത് വന്നത് നമ്മുടെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആണ് കേട്ടോ. ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്രാന്തി. അപ്പൊ ഈ ക്രാന്തി എന്താണ്? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ആണ്. ഏതാണ് ഈ ക്രാന്തി? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ക്രാന്തി.
ഇനി അടുത്ത ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇത് പണ്ടത്തെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സ് വന്നെന്ന് ചോദിച്ചാൽ മണിപ്പൂർ കലാപം നടന്നത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ വന്നത്. കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം PSCയുടെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിനാണ് PSC ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാക്കി എല്ലാത്തിനും 5ഉം 10ഉം മാർക്ക് പറയുമ്പോഴത്തേക്ക് എന്താണ് 5-6 മാർക്കൊക്കെ ഉള്ളു ബാക്കി എല്ലാത്തിനും. അപ്പൊ എത്രയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് പറയുന്നുണ്ട്. ഏതാണ് 10th ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ടോപ്പിക് വൈസ് ആണ് പറയുന്നത്. അത് സ്പെഷ്യൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും എല്ലാ ടോപ്പിക്കിലും കറണ്ട് അഫയേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, അതായത് ഇപ്പൊ ഒരു കറണ്ട് അഫയേഴ്സ് നടക്കുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന GK ചോദ്യമാണ് ഇത്. ഇതേ കണക്കുള്ള ചോദ്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. ഇത് കൂടാതെ ഹോട്ട് ടോപ്പിക്. ഇത്രയാണ് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മണിപ്പൂർ കലാപം നടന്നതുകൊണ്ടാണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് ആര് എന്നൊരു ചോദ്യം ഇവിടെ വന്നത്. അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ രത്നം എന്ന ജവഹർലാൽ നെഹ്റു വിളിച്ചത് ഏതിനെയാണ്? മണിപ്പൂരിനെയാണ്. ഓക്കെ അല്ലേ? അടുത്തത് 1995 ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? 1995 ജ്ഞാനപീഠം കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ് കിട്ടിയത്? ഓപ്ഷൻ നോക്കുക. UR ആനന്ദമൂർത്തിയാണോ, MD വാസുദേവൻ നായരാണോ, ONV കുറുപ്പാണോ, ശ്വേതാദേവി ആണോ? ഈ ഒരു ചോദ്യം ഇവിടെ 1995 വന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK എന്ന് പറയാവുന്ന ഒരു ടോപ്പിക് ആണ്. ഇവിടെ നമ്മുടെ MD വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. 1995 ജ്ഞാനപീഠം കിട്ടിയത് MD വാസുദേവൻ നായർക്കാണ്. റീസെന്റ് MD വാസുദേവൻ നായരുടെ നവതി ആഘോഷിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അല്ലെങ്കിൽ എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നിൽമണി ഫുക്കൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് അന്തരിച്ചു. ഓക്കെ, നിൽമണി ഫുക്കൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് അന്തരിച്ചു. അതുകൊണ്ട് റിലേറ്റ് ചെയ്തും ജ്ഞാനപീഠത്തിന്റെ ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾ എന്ത് പഠിക്കുക? ജ്ഞാനപീഠമായിട്ട് ബന്ധപ്പെട്ട മലയാളികളെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. അടുത്തത് പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള ഘൂമുർ എന്നറിയപ്പെടുന്ന ഘൂമുർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഘൂമുർ ഏത് സംസ്ഥാനത്തിന്റെ ട്രഡീഷണൽ ഫ്ലോക്ക് ഡാൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഘൂമുർ ഏത് സംസ്ഥാനത്തിന്റെ ആണ്? നമ്മുടെ പത്മാവത് സിനിമ കണ്ടവർക്ക് അതിലെ പാട്ടറിയുന്നവർക്ക് വേഗം കിട്ടും. അപ്പൊ ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാനാണ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? ഏതാണ്? ഘൂമുർ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത്? നമ്മുടെ രാജ്യം 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആചരിച്ചപ്പോൾ അതിൽ നമ്മുടെ രാജസ്ഥാന്റെ ടാബ്ലോയിൽ ഉൾപ്പെട്ട ആർട്സ് ഫോം ആണ് ഘൂമുർ. കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം അവിടെ വന്നത്. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫോക്കസ് ഓൺ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ ടാബ്ലോയിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രാജസ്ഥാനിന്റെ എന്താണ്? വുമൻസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആണ് തീം. പക്ഷെ അതിനകത്ത് എന്തുണ്ടായിരുന്നു? ഷോക്കേസിംഗ് ഘൂമുർ ഡാൻസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മീരാബായിയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഉൾപ്പെട്ടതായിരുന്നു രാജസ്ഥാന്റെ ടാബ്ലോ എന്ന് പറയുന്നത്. ഇനി ഒഡീഷയുടെ ടാബ്ലോ എന്തായിരുന്നു? എംബ്രാസിംഗ് വുമൻസ് റോൾ ഇൻ പ്രിസർവിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രഡീഷണൽ ആർട്സ് ആയിരുന്നു ഒഡീഷയുടെ ഹൈലൈറ്റ്. ആ ടാബ്ലോന്റെ ഹൈലൈറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഹരിയാനയുടെ എന്താണ് ഇല്ലുസ്ട്രേറ്റിംഗ് എംപവർമെന്റ് ത്രൂ ദ മേരാ പരിവാർ മേരി പഹ്ചൻ ആയിരുന്നു നമ്മുടെ ഹരിയാനയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രാജസ്ഥാനിലാണ് ആർട്സ് ഫോം എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം അവിടെ വന്നത് കേട്ടോ. ബാക്കി എല്ലാത്തിന്റെ ഒക്കെ ഓരോന്നുണ്ടെങ്കിലും എടുത്തു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഘൂമുർ ഡാൻസും മീരാബായി സ്റ്റാറ്റുവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? രാജസ്ഥാനിലെ ടാബ്ലോയില്. മധ്യപ്രദേശിന്റെ എന്താണ്? ആവണി ചതുർവേദിയുടെ കാര്യം പറയുന്നുണ്ട്. ആവണി ചതുർവേദി ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ് ആൻഡ് വുമൺ ഇൻ വേരിയസ് സെക്ടർ. ഇതൊക്കെയായിരുന്നു മധ്യപ്രദേശിന്റെ ടാബ്ലോയിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ. അടുത്തെന്താണ്? ഛത്തീസ്ഗഡിന്റെ ഹൈലൈറ്റിംഗ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഈക്വൽ ഇൻവോൾവ്മെന്റ്
ഇൻവോൾവ്മെന്റ് ഓഫ് മെൻ ആൻഡ് വുമൺ, അതിനെ പറ്റി ഈക്വൽ ഇൻവോൾവ്മെന്റ് ഓഫ് മെൻ ആൻഡ് വുമണിനെ പറ്റി, അതാണ് നമ്മുടെ ഛത്തീസ്ഗഡിന്റെ ടാബ്ലോയുടെ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലഡാക്കിന്റെ ആണെങ്കിലോ, ലഡാക്കിൻ്റെത് ഷോയിങ് അച്ചീവ്മെന്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ലഡാക്കി വുമൺ ഇൻ സ്പോർട്സ്. ഓക്കെ, അപ്പൊ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ലഡാക്കിലെ വുമൺസ് അച്ചീവ് ചെയ്ത നേട്ടങ്ങളായിരുന്നു ലഡാക്കിന്റെ ടാബ്ലോയുടെ വിഷയം എന്ന് പറയുന്നത്. അതുപോലെ മണിപ്പൂർ എന്താണ്? ഫ്യൂച്ചറിങ് വുമൺ വർക്കിംഗ് വിത്ത് ലോട്ടസ് സ്റ്റെം, ഇമാ കൈതൽ മാർക്കറ്റ് ആൻഡ് ലോട്ടസ് സിൽക്ക് മേക്കിംഗ്. അപ്പൊ ലോട്ടസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മണിപ്പൂരിനകത്ത് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ടാബ്ലോയിലെ ഹൈലൈറ്റ് എന്തായിരുന്നു? AI ആയിരുന്നു. അതുപോലെ CRPFന്റെ കാര്യം പറയുകയാണെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ പറ്റിയാണ് ആ ഒരു ടാബ്ലോയിൽ, അതിനകത്തുള്ള വുമൺസിന്റെ എംപവർമെന്റിനെ പറ്റിയാണ് ആ ഒരു ടാബ്ലോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ IAFനാണെങ്കിലോ, IAFന് ഷോക്കേസിംഗ് മേജർ അസറ്റ്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻക്ലൂഡിംഗ് റീസെന്റ് ഇൻഡക്ഷൻസ്. ഇതൊക്കെയായിരുന്നു ഏതിൽ പറഞ്ഞിരുന്നത്? നമ്മുടെ ടാബ്ലോയ്ക്കകത്ത്, നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് ഡേയിലെ ടാബ്ലോയിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത 2026 ശൈത്യകാല ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നത്? ഇത് നമ്മുടെ വേദികളൊക്കെ PSC ചോദിക്കുന്നുണ്ട്. വേദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേദികൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. എവിടെയാണ് 2026 ശൈത്യ ഒളിമ്പിക്സ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്? മിലാനും കോർട്ടിന ഡി അബേസോയും. എവിടെയാണ്? മിലാനും കോർട്ടിന ഡി ആബേസോയുമിലാണ് 2026 ഒളിമ്പിക്സ് നടക്കുന്നത്, ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ 2026 ശീതകാല ഒളിമ്പിക്സ് എവിടെയാണ്? ഇറ്റലിയിലാണ്. 2026 ശീതകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഇറ്റലിയിലാണ്. 2022 ശീതകാല ഒളിമ്പിക്സ് എവിടെയാണ്? അത് ബെയ്ജിംഗ്, ചൈനയാണ്. 2026 ഇറ്റലി, 2022 എവിടെയാണ്? 4 വർഷം കൂടുമ്പോഴാണ്. അപ്പൊ 2022 എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു, ബെയ്ജിങ്ങിലാണ് നടന്നത്. ഇനി 33ാമത്തെ ഒളിമ്പിക്സ് 2024 എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് നമ്മുടെ പാരീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് എവിടെയാണ്? എത്രാമത്തെയാണ്? 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ് നടക്കാൻ പോകുന്നത്. ഭാഗ്യചിഹ്നം ഏതാണ്? ഫീജാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. എന്താണ് ഫീജിയൻ തൊപ്പികൾ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമായിട്ടുള്ള ഫീജിയൻ തൊപ്പികളാണ് ഭാഗ്യചിഹ്നമായിട്ട് വെച്ചേക്കുന്നത്. ഇനി പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ പതാക വഹിക്കുന്ന ആരാണ്? നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിക്കുന്നത് അജന്ത ശരത് കമാൽ ആണ്. ആരാണ്? അജന്ത ശരത് കമാൽ ആണ്. ടേബിൾ ടെന്നീസ് താരമാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അജന്ത ഗുഹയില്ലേ, അജന്ത എല്ലോറ ഗുഹ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അജന്ത എല്ലോറ ഗുഹയുടെ അകത്ത് നിന്ന് കളിക്കാൻ പറ്റിയ സ്പോർട്സ് ഐറ്റം ഏതാണ്? ഇത് ഗുഹയാണ് കേട്ടോ. അപ്പൊ ഗുഹയുടെ അകത്ത് നിന്ന് കളിക്കാൻ പറ്റിയ സ്പോർട്സ് ഐറ്റം ഏതാണ്? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഗുഹയുടെ അകത്ത് ഒരു ടേബിൾ ഇട്ടിട്ട് അതിനകത്ത് നിന്ന് അപ്പുറം കളിക്കുന്ന സംഭവം, അതാണ് ടേബിൾ ടെന്നീസ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അജന്ത ഏതാണ്? ടേബിൾ ടെന്നീസ് കളിക്കാരനാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഏതാണ്? ജ്യോതിശാസ്ത്ര പഠനമാണോ? കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള അന്വേഷണമാണോ? കണികാ ഭൗതിക ഗവേഷണമാണോ? ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പരിചരണമാണോ? ഏതാണ്? കണികാ ഭൗതിക ഗവേഷണമാണ്. ഇത് എന്തുകൊണ്ടാ വന്നത്? നമ്മുടെ പീറ്റർ ഹിഗ്സ് എന്താണ് ദൈവഗണം കണ്ടെത്തിയ പീറ്റർ ഹിഗ്സ് റീസെന്റ് അന്തരിച്ചായിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ദൈവഗണം. ആ കണ്ടുപിടുത്തത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? LHC കേട്ടോ. LHC ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ ആ ഒരു സഹായത്തോടെയാണ് ഈ ദൈവഗണം കണ്ടെത്തുന്നത്. അപ്പൊ ദൈവഗണം അല്ലെങ്കിൽ ഹിഗ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആര്? പീറ്റർ ഹിഗ്സ്. ഇദ്ദേഹം അന്തരിച്ചു. 1964 സുപ്രധാന കണ്ടെത്തലിന് 2013 ഭൗതിക ശാസ്ത്ര നോബൽ ലഭിച്ചു. അപ്പൊ എന്നാണ് ഇദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്ര നോബൽ കിട്ടുന്നത്? 2013 എന്നാ ഇത് കണ്ടെത്തി? 2012 കണ്ടെത്തിയത്. 2013 ദൈവഗണത്തിന്റെ അസ്തിത്വം തെളിയിച്ചത്. 2013 നോബൽ പ്രൈസ് കിട്ടിയത്. ജനീവയിലെ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്
ആസ്ഥാനത്ത് ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചിരിക്കുന്ന ലാർജ് ഹാഡ്രൺ കൊളൈഡറിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ദൈവഗണത്തിന്റെ അസ്തിത്വം തെളിയിച്ചത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഈ COP28 വേദികളിൽ വരുന്നതാണ്. വേദികൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ചേർത്തങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പൊ വേദികൾ ഇമ്പോർട്ടന്റ് ആണ്. COP28 എവിടെയാണ് നടന്നത്? COP28 ദുബായിലാണ് നടന്നത്. എവിടെയാണ്? ദുബായ്, UAE ദുബായിലാണ് നടന്നത്. അപ്പം COP27 എവിടെയാണോ? ഷാം അൽ ഷേഖ് ഈജിപ്തിലാണ് നടന്നത്. COP27 ഈജിപ്റ്റ് ആണ്. അടുത്ത എന്താണ്? COP28 ദുബായ് ആണ്, ഈജിപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ദുബായ് ആണ്. അത് കഴിഞ്ഞ് COP29 എവിടെയാണ്? അസർബൈജാൻ. എന്താണ്? അസർബൈജാൻ. നമ്മുടെ COP30 എവിടെയാണ്? ബ്രസീല്. ഓക്കെ, അപ്പൊ എന്ത് പഠിക്കണം? EDA ബ്രസീൽ എന്ന് പഠിച്ചാൽ EDA ബ്രസീല്. അപ്പൊ COP27, 28, 29, 30 എവിടെയാണ്? ഈജിപ്റ്റ്, ദുബായ്, അസർബൈജാൻ, ബ്രസീല്. അതാണ് അതിന്റെ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്ക. അപ്പൊ നമ്മുടെ LSGD എന്താണ്, അല്ലെങ്കിൽ LSGS phase 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് phase 1 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചു. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3ൽ ഒന്നല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 50ാം വാർഷികം ആഘോഷിച്ചു. വാർഷികങ്ങൾ ഇപ്പൊ PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ 25, 50, 75, 100, 125, 150, 175, ഒരു 200, 250 വരെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൽ ഏതൊക്കെ സംഭവങ്ങൾ ആ സമയത്ത് വരുന്നത് അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. അത് എല്ലാ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ നോക്കണം. ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി, ജോഗ്രഫിയിലാണ് നോക്കേണ്ടത്. എന്നാലും നമ്മുടെ റിനൈസൻസും എല്ലാം അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ 50ാം വാർഷികം ആഘോഷിച്ചു. ഏതൊക്കെയാണ് അത്? ഏതൊക്കെയാണ്? മണിപ്പൂര്, മേഘാലയ, ത്രിപുരയാണ് ആഘോഷിച്ചത്. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? നാഗാലാൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. 1956 നവംബർ 1 രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ് ഈ ഒരു കോഡിനകത്തുള്ളത്. ഓക്കെ, എന്താണ് കോഡ്? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഉപ്പും പഞ്ചസാരയും കണ്ട് ആസായ ആന്ധ്രാബീഹം മദ്യപിച്ച് കാർ ഓടിച്ച് ബംഗ്ലാവിലെത്തി രാജാവിനെ കണ്ടു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഈ ഒരു സീൻ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി നിറയെ എന്ത് വരുന്നു? കേരളത്തിലേക്ക് ഉപ്പും പഞ്ചസാരയും വരുന്നു. ഓക്കെ, അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അത് വന്ന് നോക്കിയാൽ എന്താണ്? അത് വന്ന് നമ്മുടെ ആന്ധ്രാബീഹം വന്ന് നോക്കുവാണ്. നോക്കിയിട്ട് ആസായി, കാരണം അത് എന്തോ ഉടായിപ്പ് സാധനമാണ്. അപ്പൊ ആ പഞ്ചസാര ഉപ്പിന്റെ സ്ഥലത്ത് വേറെ വല്ലതും ആയിരിക്കും. അപ്പൊ അത് കണ്ട് ആസായിട്ടുള്ള നമ്മുടെ ആന്ധ്രാബീഹം എന്താണ്? മദ്യപിച്ച് പൂസായിട്ട് എന്താണ്? കാർ ഓടിച്ച് ബംഗ്ലാവിൽ എത്തിയിട്ട് രാജാവിനെ കണ്ട് ഈ പരാതി പറയാനായിട്ട് വരുന്ന ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടുണ്ട്. ഒന്നാമത്തേത് തമിഴ്നാട്, രണ്ടാമത്തത് കേരളം, മൂന്നാമത്തത് UP. ഉപ്പെന്ന് പറയുമ്പോ UP. ഓക്കെ, ഉത്തർപ്രദേശ്. പഞ്ചസാരയിൽ നിന്ന് പഞ്ചാബ് എടുക്കുക. നാലാമത്തത് പഞ്ചാബ്. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്? ആസായ, അസം ഉണ്ട്. ആന്ധ്രാപ്രദേശ് ഉണ്ട്. ബീഹം എന്ന് പറഞ്ഞാൽ ബീഹാർ ഉണ്ട്. മധ്യ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ഉണ്ട്. അത് കഴിഞ്ഞ് കാർ ഓടിച്ച് കർണാടക. ഓക്കെ, കാർ ഓടിച്ചെന്ന് പറയുമ്പോൾ കർണാടക കണക്ട് ചെയ്യുക. ബംഗ്ലാവ് ഏതാണ്? വെസ്റ്റ് ബംഗാള്. ഓക്കെ, പിന്നെ രാജാവിനെ കണ്ടു രാജസ്ഥാൻ. ഇത്രയും സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? 72കാരൻ മണിയൻ 21കാരി മേഘയുമായി ജനുവരി 1 ത്രിപുരയ്ക്ക് പോയി. ഓക്കെ, കൊച്ചിനെയും കൊണ്ട് പോയേക്കുവാണ്. 72കാരൻ മണിയൻ 21കാരി മേഘയുമായി ജനുവരിക്ക് ത്രിപുരയ്ക്ക് പോയി എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1972 ജനുവരി 21 ഏതൊക്കെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു? ഏതൊക്കെയാണ്? ജനുവരി നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ? ജനുവരി 21. ഓക്കെ, ഏതൊക്കെയാണ്? മണിയൻ എന്ന് പറയുമ്പോൾ മണിപ്പൂര്. ഓക്കെ, മണിപ്പൂര് കിട്ടി. മേഘയിൽ നിന്ന് മേഘാലയ കിട്ടി. മേഘാലയ. അതുപോലെ ത്രിപുര. ഈ 3 സംസ്ഥാനങ്ങളാണ് 1972 ജനുവരി 21 രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കോഡ് 60 ഗജത്തിന്റെയും മെയ് 1 മസാജ് ചെയ്യണം എന്ന് പഠിച്ചേക്കണം. മസാജ് ആണ്. ആ പറയുമ്പോ
ഫോഴ്സിൽ തന്നെ ആ മസാജ് ചെയ്തോണ്ട് പറയുന്നതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുക. അപ്പൊ മസാജ് ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ മതി. മസാജ് എന്ന് ചുമ്മാ പറയല്ല, നമ്മൾ ആ ഫീലായിട്ട് നമ്മുടെ ആടുതോമയ്ക്കകത്തുള്ള നമ്മുടെ സിൽക്ക് വെച്ച് മസാജ് ചെയ്യില്ലേ, അത് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ആ ഫീലിൽ തന്നെ പറയണം മസാജ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടും 60 വയസ്സല്ല 60 ഗജം. 60 എന്ന് പറഞ്ഞാൽ 1960. ഗജം എന്ന് പറഞ്ഞാൽ ആനയല്ലേ. ഗജം നമ്മളിവിടെ എടുത്തത് ഗുജറാത്തിനെ കണക്ട് ചെയ്യാനാണ് കേട്ടോ, ഗുജറാത്ത്. അപ്പം ഗുജറാത്തിന്റെ മെയ് 1 എന്ന് പറഞ്ഞാൽ 1960 മെയ് 1 ഡേറ്റ് ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ 60 ഗജത്തിന്റെയും മെയ് 1 മഹസാജ് ചെയ്യണം. ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അപ്പൊ മഹാരാഷ്ട്രയും ഗുജറാത്തും എന്നാണ് ഫോം ചെയ്തത്? 1960 മെയ് 1 ഫോം ചെയ്തത്. ഇനി മിസ് അരുണ എന്ന് പറഞ്ഞൊരു മിസ് ഉണ്ട്. ആ മിസ് ജനിച്ച ഡേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്, അതങ്ങ് പഠിച്ചു വെക്കുക. 1987 ഫെബ്രുവരി 20. 1987 ഫെബ്രുവരി 20 ആരാണ്? മിസോറവും അരുണാചൽ പ്രദേശുമാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്, പോർച്ചുഗീസ്. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്? എന്തൊക്കെയാണ്? അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? നമുക്ക് ഒന്ന് കോഡാക്കാൻ നോക്കാം. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, അറബിക്, ചൈനീസ്, സ്പാനിഷ്. ഫ്രീക്സ് എന്ന് പഠിച്ചു വെക്കാം. ഫ്രീക്സ് ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, അറബിക്, ചൈനീസ്, സ്പാനിഷ്. ഓക്കെ, ഇത്രയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ കേട്ടോ, ഔദ്യോഗിക ഭാഷകൾ. ഇത് നമ്മുടെ UN എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24. എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ട്, അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, അങ്ങനെ പലയിടത്തും. പിന്നെ നമ്മുടെ ഇന്ത്യ ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതിലെല്ലാം കയറി ഇടപെടുന്ന ആളാണ് നമ്മുടെ UN. അങ്ങനെ ഒരുപാട് തവണ ന്യൂസിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യം. അതുകൊണ്ട് എന്താണ് ചോദ്യം വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. ഓക്കെ, ഇനി അതേ കണക്ക് പഠിച്ചു വെക്കേണ്ട മറ്റൊരു സംഘടനയാണ് നാറ്റോ. നിങ്ങൾ പഠിച്ചേക്കണം. 1949 ഏപ്രിൽ 4 നാറ്റോ ഉണ്ടായത്. 75 വർഷമായിട്ടുണ്ട് 2024. അതുകൊണ്ട് നാറ്റോയെ പറ്റി നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായിട്ടുള്ള സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ്? ഏതിലാണ്? ദക്ഷിണ കൊറിയ ആണോ, അഫ്ഗാനിസ്ഥാനാണോ, ഇന്ത്യ ആണോ, ജപ്പാനാണോ? ഏത് രാജ്യമാണ്? ജപ്പാനിലാണ്. ഓക്കെ, ഇത് വരാനുള്ള കാര്യം നമ്മുടെ ഇതെന്തുവാണ്? ഇത് നമ്മുടെ ദുരന്ത നിവാരണം എന്ന് പറയുന്ന ടോപ്പിക്, അതായത് നമ്മുടെ കേരള ഗവേണൻസിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുതുവർഷത്തിൽ നടന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല 7.5 റിക്ടർ സ്കെയിൽ അത്രയും വലിയൊരു ഭൂകമ്പമായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം വരാനുള്ള സംഭവം കേട്ടോ. ഓക്കെ, ഇനി എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കട, അസംഘടിത തൊഴിലാളി ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ട്. അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പോർട്ടലാണ് ഈ ശ്രം. അപ്പൊ ധനകാര്യ മന്ത്രാലയത്തിന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, അതും വേണ്ട, അതൊന്നും അസംഘടിതമല്ല. ഓക്കെ, അവിടെ നിന്ന് തൊഴിലാളികളില്ല, സംരംഭകരൊക്കെ മുതലാളിമാരല്ലേ. അടുത്ത സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം, അവർക്കും അതിന്റെ ആവശ്യമില്ല. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം, ലേബർ അല്ലേ തൊഴിലാളികൾ, അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ ഏതാണ് മന്ത്രാലയം? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. ഓക്കെ അല്ലേ? രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഈ ശ്രം പോർട്ടൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും
തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാളും കേരള PSC എക്സാമിനെല്ലാം കേരള സർക്കാർ പദ്ധതികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം വന്നപ്പോഴത്തേക്ക് അവർ ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. എന്താണ്? കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൊണ്ടുവന്നു ചോദിച്ചു. മാത്രമല്ല COVID-19 എന്ന് പറയുന്ന സംഭവം ഇപ്പൊ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഉണ്ട്. COVID-19 ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം കേട്ടോ. അപ്പൊ COVID-19 പല ചോദ്യപേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. അപ്പൊ COVID-19 പറ്റി നല്ല രീതിയിൽ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പദ്ധതി ഏതാണ്? ആത്മനിർഭർ റോജ്ഗർ യോജനയാണ്. ഏതാണ്? ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന. ഓക്കെ അല്ലേ? ഇനി അടുത്ത, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കാൻ വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി കൂട്ടി. 60ൽ നിന്ന് 50 ആക്കി കുറച്ചു. അത് ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡാണ് കേട്ടോ. ജാർഖണ്ഡാണ് 60ൽ നിന്ന് 50 വയസ്സായിട്ട് കുറച്ചത്. ഇനി അടുത്തത് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുത്തിയ പ്രധാന മാറ്റം എന്തായിരുന്നു? ഇത് ഹോട്ട് ടോപ്പിക് ആണ്. PSC പല ചോദ്യപേപ്പറുകളിലും എന്താണ് ഈ 106ാമത്തെ അമെൻമെന്റ് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. വനിതാ സംവരണ ബില്ലാണ്. നമ്മുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല്. ഓക്കെ, അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല്. അത് ഏതാണ്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239 AA ആണോ? അതെ, അത് ശരിയാണ് കേട്ടോ. 239 AA തന്നെയാണ് മാറ്റങ്ങൾ വരുത്തിയത്, ഭേദഗതി വരുത്തിയത്. എന്നാൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 330A 332A ആണ് കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിളുകൾ. അതുപോലെ OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഉണ്ടോ? ഇല്ല, OBCക്ക് പ്രത്യേക സംവരണം ഇല്ല. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സ്പെഷ്യൽ ആയിട്ട് ഒരു സംവരണം പറയുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഏതാണ് 1ഉം 2ഉം ശരി? C ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നാരി ശക്തി വന്ദൻ അധിനിയം ആരാണ് ആദ്യം അവതരിപ്പിച്ചത്? 1996 നമ്മുടെ HD ദേവഗൌഡയാണ് ആദ്യമായിട്ട് ഈ നാരി ശക്തി വന്ദൻ അധിനിയം അവതരിപ്പിച്ചത്. ഓക്കെ, എന്നാൽ നമ്മുടെ ഈ നാരി ശക്തി വന്ദൻ അധിനിയം എന്താണ്? വനിതാ സംവരണം അല്ലേ പറഞ്ഞേക്കുന്ന? അത് ബാധകമല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇന്ത്യ മൊത്തം അത് ബാധകമാണ്. പക്ഷെ എന്താണ്? ചില സ്ഥലങ്ങൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അത് ബാധകമല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പോണ്ടിച്ചേരിക്ക് ബാധകമല്ല, രാജ്യസഭയ്ക്ക് ബാധകമല്ല, സംസ്ഥാന നിയമസഭാ കൗൺസിലിനും ഇത് ബാധകമല്ല. ഓക്കെ, നമ്മുടെ സംസ്ഥാന നിയമസഭാ കൗൺസിലിനെ ഉള്ളു ബാധകമല്ലാത്തത്, ബാക്കി എല്ലായിടത്തും ബാധകമാണ്. ഓക്കെ, പോണ്ടിച്ചേരി രാജ്യസഭ, സംസ്ഥാന നിയമസഭാ കൗൺസിലിന് ബാധകമല്ല. ഏതാണ്? ഈ വനിതാ സംവരണം 33% വനിതാ സംവരണം ബാധകമല്ല. ഈ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 330A 332A 334A. 2 വീതം കൂട്ടി പോയാൽ മതി. 30, 32, 34 കേട്ടോ. അമെൻമെന്റ് ചെയ്തത് കയറ്റിയതുകൊണ്ടാണ് A എന്ന് പറഞ്ഞൊരു പാർട്ട് അവിടെ കിടക്കുന്നത്. ഇനി ഭേദഗതി ചെയ്തത് ഏതാണ്? 239 AA ആണ് ഭേദഗതി ചെയ്തത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് വീണ്ടും ഭേദഗതി ചെയ്തു. അപ്പൊ A എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി വനിതകൾക്ക് ലോകസഭയിലും നിയമസഭയിലും 33% സംവരണം ഉറപ്പാക്കുന്നതിനാണ് ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത്. എത്ര ശതമാനമാണ്? 33%. എവിടേക്കാണ്? ലോകസഭയിലും നിയമസഭയിലും. നിയമസഭാ കൗൺസിലിൽ ഇല്ല. ഓക്കെ അല്ലേ? ലോകസഭയിലും നിയമസഭയിലും സംവരണം എത്രയാണ്? 33%. അതിനു വേണ്ടിയാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. 128ാം ഭേദഗതി ബില്ല് 2023 എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അവിടെ പറഞ്ഞേക്കുന്ന ബിൽ നമ്പർ എത്രയാണ്? 128ാമത്തെ ഭേദഗതി ബില്ലാണ് 2023. അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 106ാമത്തെ ഭേദഗതിയാണ് അതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 106ാമത്തെ ഭേദഗതിയിലാണ്, ഭരണഘടനാ ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 330 ക്ലോസ് 2 പ്രകാരം സംവരണം ചെയ്തിട്ടുള്ള ആകെ സീറ്റുകളുടെ
മൂന്നിലൊന്ന് ആർക്ക് കൊടുക്കണം? പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കണം. ഇനി ലോകസഭയിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തപ്പെടുന്ന ആകെ സീറ്റുകളുടെ മൂന്നിലൊന്ന് ആർക്ക് കൊടുക്കണം? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്യണമെന്ന് ബില്ല് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 330A. ഇങ്ങനെ എന്താണ്? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം എന്ന് പറയുന്നത് 330A. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭേദഗതി നടപ്പിലായാൽ 15 വർഷത്തേക്കാണ് സംവരണം നടപ്പിലാകുക എന്ന് പറയുന്നത് 334A. ഈ കാലാവധി നീട്ടാനും ബില്ലില് സാധിക്കും. ബില്ല് അവതരിപ്പിച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് എന്നാണ് അവതരിപ്പിച്ചത്? എന്നാണ്? 2023 സെപ്റ്റംബർ 19 അവതരിപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 20, 2023 സെപ്റ്റംബർ 20 അത് ലോകസഭയിൽ പാസ്സായി. ഓക്കെ, ബില്ല് അവതരിപ്പിച്ചത് സെപ്റ്റംബർ 19, ബില്ല് പാസ്സായത് ലോകസഭയിൽ പാസ്സായത് സെപ്റ്റംബർ 20. തൊട്ടടുത്ത ദിവസം എന്താണ്? സെപ്റ്റംബർ 21 രാജ്യസഭയും അത് പാസ്സാക്കി. അവസാനം എന്താണ്? അവസാനം നമ്മുടെ സെപ്റ്റംബർ 18, 2023 സെപ്റ്റംബർ 28, 18 അല്ല 28 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. 7 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. 19, 20, 21, 28. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2021 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണോ? കാർലോസ് അൽക്കാരസ് ആണോ? ജെനിക് സിന്നർ ആണോ? ഡാനിൽ മെദ്വദേവ് ആണോ? ആരാണ്? ഇത് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഇത്രയാണ് നമ്മുടെ ഗ്രാൻഡ് സ്ലാം ഉള്ളത്. ഓക്കെ, അതില് ഈ വെംബിൾട്ടൺ ഒഴികെ ബാക്കിയെല്ലാം കിട്ടിയത് നമ്മുടെ നൊവാക്കിനാണ് കേട്ടോ. ബാക്കിയെല്ലാം കിട്ടിയത് നമ്മുടെ നൊവാക് ജോക്കോവിച്ച് ആണ് പുരുഷ സിംഗിൾസ് നേടിയത്. പക്ഷേ ഈ വിംബിൾട്ടൺ മാത്രം വേറൊരാളാണ് നേടിയത്. അത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് വന്നത്. നിങ്ങൾ എന്ത് പഠിക്കുക? ഗ്രാൻഡ് സ്ലാം കൂടി എടുത്തു വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം 2023 എന്താണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയത്. വുമൺ സിംഗിൾസ് ആണെങ്കിൽ ആര്യാന സബലങ്കയ്ക്കാണ്. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും നൊവാക് ജോക്കോവിച്ചിനാണ് മെൻ സിംഗിൾ കിട്ടിയത്. വുമൺ സിംഗിൾ ആണെങ്കിൽ ഇഗാ സ്വേട്ടക്കിനാണ് കിട്ടിയത്. അതേപോലെ വിംബിൾട്ടൺ കിട്ടിയത് ആർക്കാണ്? കാർലോസ് അൽക്കാരയ്ക്കാണ്, സ്പെയിൻ സ്വദേശിയാണ്. ഓക്കെ, വുമൺ സിംഗിൾ കിട്ടിയത് ആർക്കാണ്? മർക്കേറ്റ വോൺട്രസോവയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, US ഓപ്പൺ ആണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ് നേടിയ പുരുഷ താരം. എന്നാൽ വുമൺ സിംഗിൾ ആരാണ്? കൊക്കോ ഗൗഫ് ആണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി കേട്ടോ, ഞാൻ ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി എന്നൊരു ചോദ്യം വന്നു. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? എത്രയാണ്? 18,426 റൺസ്. 18,426 റൺസ് ആണ് ODIയിൽ നേടിയത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ സച്ചിന്റെ റെക്കോർഡ് നമ്മുടെ കോഹ്ലി തകർത്തു. ഓക്കെ, നമ്മുടെ കോഹ്ലി തകർത്തു. ആ കോഹ്ലി തകർത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ വന്നത്. ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് ആണ് കേട്ടോ. ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഈ ഒരു കണ്ടന്റ് അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ, ന്യൂസ് 18 സച്ചിന്റെ 51ാമത്തെ ജന്മദിനം ഈ വർഷം ആഘോഷിച്ചപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സച്ചിൻ നേടിയ റൺസുകളെല്ലാം അവരുടെ ഒരു ആർട്ടിക്കിൾ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്നും എന്താണ് ഈ സെയിം കണ്ടന്റ് അതിലും കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഇത് നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് വന്ന ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണോ? PC കുട്ടിക്കൃഷ്ണനാണോ? SL പുരം സദാനന്ദനാണോ? രാമു കാര്യാട്ടാണോ? ആരാണ്? SL പുരം സദാനന്ദനാണ്. എന്തുകൊണ്ട് കാട്ടുകുതിര കറണ്ട് അഫയേഴ്സ് ആയി? വർഷങ്ങൾക്ക് മുന്നേ എടുത്ത സിനിമയാണ്, വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് ആയി?
കുതിച്ചു പായാൻ ആ കാട്ടുകുതിര വീണ്ടും വരുന്നു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ, ഒരു ഹെഡിങ്ങോടെ ന്യൂസ് വന്നിരുന്നു. 2024 മാർച്ച് 29 ന്യൂസാണ്. 2024 മാർച്ച് 29. അതായത് ഈ കാട്ടുകുതിര വീണ്ടും നാടകമാക്കുകയാണ്. SL പുരം സദാനന്ദൻ രചിച്ച് 1980കളിൽ കേരളമാകെ തരംഗമായ കാട്ടുകുതിര നാടകം വീണ്ടും അരങ്ങിൽ കൊണ്ടുവന്നു. സിനിമയല്ല, നാടകമാണ്. ഓക്കെ, ആ നാടകം വീണ്ടും അരങ്ങിൽ കൊണ്ടുവന്നു. അത് എന്നാണ്? മാർച്ച് 29. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്, ഈ ഒരു സാധനം ഇത്ര ഇമ്പോർട്ടന്റ് ആയത് കേട്ടോ. അതുകൊണ്ടാണ് PSC ചോദിച്ചത്. കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തത് കുമാരനാശാൻ അന്തരിച്ച വർഷം. ചോദ്യം, കുമാരനാശൻ അന്തരിച്ച എന്നാണ്? 1922 ആണോ, 24 ആണോ, 26 ആണോ, 28 ആണോ? കുമാരനാശൻ അന്തരിച്ചിട്ട് 100 വർഷമായി. ഓക്കെ, 100ാം വാർഷികമാണ് കുമാരനാശൻ അന്തരിച്ചത്. കുമാരനാശന്റെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ അല്ലമീൻ പത്രത്തിന് 100 വർഷമായിട്ടുണ്ട്. നമ്മുടെ വക്കം മൗലവിയുടെ ജന്മവാർഷികം 150ാമത്തെ ജന്മവാർഷികമാണ്. പിന്നെ എന്താണ്? നമ്മുടെ ചട്ടമ്പി സ്വാമി അന്തരിച്ചിട്ട് 100 വർഷമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ 1924 ജനുവരി 16 റെഡിമർ ബോട്ടപകടത്തിലാണ് ആര് മരിക്കുന്നത്? നമ്മുടെ കുമാരനാശാൻ മരിക്കുന്നത്. ഇനി അടുത്ത കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഇതേ എക്സാമിന് വീണ്ടും ആർട്സ് ആൻഡ് കൾച്ചർ ലിറ്ററേച്ചറിൽ നിന്ന് വന്ന മറ്റൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ആർട്സ് ആൻഡ് കൾച്ചർ 5 മാർക്കിന്റെ ടോപ്പിക് ഇന്ന് എന്താണ്? 5 മാർക്കിന് എന്താ വന്നത്? കറണ്ട് അഫയേഴ്സ് ആണ് വന്നത് കേട്ടോ. 5 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ് വന്നത്. അപ്പൊ കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? G. അരവിന്ദനാണോ, അടൂർ ഗോപാലകൃഷ്ണനാണോ, P. പത്മരാജനാണോ, ഭരതനാണോ? ആരാണ്? G. അരവിന്ദനാണ്. എന്തുകൊണ്ട് കാഞ്ചന സീത വന്നു? എന്തുകൊണ്ട് വന്നു? അഗ്നിസാക്ഷി, കാഞ്ചന സീത തുടങ്ങിയ മലയാളം കൃതികൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത വാസന്തി ശങ്കരനാരായണൻ 2023 ജനുവരിയിൽ അന്തരിച്ചു. അതുകൊണ്ടാണ് ഈ കാഞ്ചന സീത വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചത്. അപ്പൊ കാഞ്ചന സീത അങ്ങനെ മൊഴിമാറ്റം ചെയ്ത ആളെ അല്ല ചോദിച്ചത്, പകരം എന്താണ്? അതെടുത്ത് സിനിമയാക്കിയ ആ സംവിധായകന്റെ പേരാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എത്ര ആഴത്തിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് വന്ന കറണ്ട് അഫയേഴ്സ്. പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആ കൃതി എടുത്ത്, മൊഴിമാറ്റം ചെയ്ത ആളെ അല്ല ചോദിച്ചത്, ആ കൃതി, ആ മലയാളത്തിലുള്ള കാഞ്ചന സീത എന്ന് പറയുന്ന കൃതി അതെടുത്ത് സിനിമയാക്കി അതിന്റെ സംവിധായകനെയാണ് അവിടെ കണക്ട് ചെയ്ത് ചോദിച്ചത്. അപ്പൊ എന്താണ് ഇത്? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എന്താണ്? GK ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? കാർലോസ് ബിലാർഡോ ആണോ, ദിദിയർ ഡൈഷാപ്സ് ആണോ, ക്ലോഡിയോ എച്ചെവേരി ആണോ, അതോ ലയണൽ സ്കലോണി ആണോ? നമുക്കറിയാം അർജന്റീന എന്ന് പറയുമ്പോഴേ ലയണൽ മെസ്സി. അപ്പൊ ലയണൽ സ്കലോണി ജസ്റ്റ് എന്താണ് കണക്ട് ആയാലും നമുക്കത് കിട്ടും. ഓക്കെ, എന്നാലും ലയണൽ സ്കലോണിയാണ് നമ്മുടെ അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ കേട്ടോ. അപ്പൊ ഫിഫ ദി ബെസ്റ്റ് അവാർഡ് കിട്ടിയ മികച്ച പരിശീലകനാണ് ആര്? ലയണൽ സ്കലോണി. അപ്പൊ നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പ് എവിടെ വെച്ചാണ് നടന്നത്? ഖത്തറിൽ വെച്ചിട്ടാണ് 22ാമത്തെ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ല ഈബ്. ഏതാണ്? ല ഈബ് ആയിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. മികച്ച താരം നമ്മുടെ ലയണൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ ഗോള് നേടിയ താരം ആരാണ്? നമ്മുടെ കിലിയൻ എംബാംബെയാണ്. ജേതാവ് ആരാണ്? അർജന്റീനയാണ് ജേതാവ്. 3ാം തവണയാണ് അർജന്റീനക്ക് എന്ത് കിട്ടുന്നത്? വേൾഡ് കപ്പ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിലാകെ 32 ടീമുകൾ മത്സരിച്ചു കേട്ടോ. ജസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ആരാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്? അർജന്റീനയാണ്. അർജന്റീനയുടെ പരിശീലകനാണ് നമ്മുടെ ലയണൽ സ്കലോണി. ലയണൽ മെസ്സി അർജന്റീനക്കാരനാണ്. അപ്പൊ ലയണൽ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഇതൊരു ചെറിയ ആർട്ടിക്കിൾ പോലെ വന്നിരുന്നു. ഓക്കെ, അതാണ് ന്യൂസിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഞാൻ അതുപോലെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ, ക്രോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. 1961 ഡിസംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് തുഞ്ചൻ സ്മാരകത്തിന് തറക്കല്ലിട്ടത്. തുടർന്ന് തുഞ്ചൻ പറമ്പിന്റെ നടത്തിപ്പിനായി 1964 സർക്കാർ 12 അംഗ സമിതിയെ നിയമിച്ചു. KP കേശവമേനോനും പുന്നയ്ക്കൽ കുട്ടിശങ്കരൻ നായരുമായിരുന്നു ഭാരവാഹികൾ. 1970 SK പൊറ്റക്കാടും
1984 TN ജയചന്ദ്രനും 1987 MS മേനോനും സമിതി നയിച്ചു. 1992 MD വാസുദേവൻ നായർ ചെയർമാൻ ആകുന്നത്. പിന്നീട് തുഞ്ചൻ പറമ്പ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയത് ആരാണ്? നമ്മുടെ MD വാസുദേവൻ നായരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് അത്രയും രീതിയിലേക്ക് അത് വന്നത്. അപ്പൊ നമ്മുടെ MD വാസുദേവൻ നായരുടെ നവതി ആഘോഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ, ഒരു പത്രത്തിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ആ ആർട്ടിക്കിളിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അവിടുന്ന് വരെ PSC എന്താക്കി? ചോദ്യമാക്കി. ഓക്കെ, നിങ്ങൾ കുറെ പേര് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ പണ്ടത്തെ PSC ചോദ്യങ്ങളല്ലേ, ആ പണ്ടത്തെ PSC ചോദ്യങ്ങളല്ലേ ഇപ്പം കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ പത്രത്തിൽ കാണുന്ന കറണ്ട് അഫയേഴ്സ് തിരിച്ച് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള GK പഠിക്കുന്നു, അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു. ഏതാണ് എളുപ്പം? നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം, ഒരു പ്രശ്നമില്ല. എന്തായാലും താണ്ടെ ഈ ഒരു ആർട്ടിക്കിളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൽ വന്ന കാര്യമാണ് ഞാൻ ഇനി എടുത്തോണ്ട് വന്നത്. ഓക്കെ, ന്യൂസ് പേപ്പർ അല്ല, ഇത് നമ്മുടെ ന്യൂസിന്റെ സൈറ്റ് ആണ്. ഓക്കെ, ന്യൂസ് പേപ്പറിന്റെ സൈറ്റുകളിൽ വന്ന കാര്യമാണ്, അവരുടെ ന്യൂസ് ആർട്ടിക്കിൾ ആയിട്ട് സൈറ്റിൽ ഇട്ടിരുന്ന കാര്യമാണ് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തോണ്ട് വന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. നിങ്ങളിപ്പോ കുറെ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ജോഗ്രഫി അല്ലേ, ഇതെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്? നമ്മുടെ ഇന്ത്യ ഇപ്പോൾ സൗരോർജ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനം നേടിയിട്ടുണ്ട്. അന്ന് ആ കറണ്ട് അഫയേഴ്സ് എടുത്തപ്പോഴും പറഞ്ഞതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK വരികയാണെങ്കിൽ എന്താണ് ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ വന്നൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണിത്. അപ്പൊ ഏതാണ് ഊർജം കുറയുന്ന ക്രമത്തില്? സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. അതാണ് നമ്മുടെ ഊർജം കുറയുന്ന ക്രമം. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഇന്ത്യയുടെ ഉപഗ്രഹം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പോസാറ്റ് ആണോ? അല്ല, എക്സ്പോസാറ്റ് അല്ല. IXPE ആണോ? അതേപോലെ സാരൂസ് C ആണോ? ഹൈസിസ് ആണോ? ഏതാണ്? IXPE ആണ് കേട്ടോ. അതുപോലെ സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ്, നമ്മുടെ ആദിത്യ L1ന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആദിത്യ L1ലെ ലഗ്രാഞ്ച് പോയിന്റിന്റെ ദൂരം എത്രയാണ് ദൂരം? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് ലഗ്രാഞ്ച് പോയിന്റിന്റെ ദൂരം. നിങ്ങൾ ആദിത്യ L1 എടുത്തു വെച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആദിത്യ L1 ഹോട്ട് ടോപ്പിക് ആണ്. ഓക്കെ അല്ലേ? അതുപോലെ ISROയുടെ മിഷൻസ് എല്ലാം ഹോട്ട് ടോപ്പിക് ആണ്. അതെല്ലാം നല്ല രീതിയിൽ എടുത്തു വെച്ച് നോക്കിയേക്കണം. ആദിത്യ L1, ചന്ദ്രയാൻ 3 അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ നാസയുടേതും ഇപ്പം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നാസയുടെ പ്രധാനപ്പെട്ട ഡാർട്ട് കണക്കുള്ള മിഷനുകൾ, അതേ കണക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ നാസ ഇപ്പൊ ഒരു ഗ്രഹത്തെ കണ്ടുപിടിച്ചു. പിന്നെ ദൂരദർശിനി, ജെയിംസ് വെബ്, അതിനെ പറ്റിയെല്ലാം അരിച്ചു വറക്കി അങ്ങ് പഠിച്ചേക്കുക, ഒരു നഷ്ടവും ഇല്ല. അപ്പൊ ആദിത്യ L1നെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് PSLV C-57 അപ്പൊ എത്രാമത്തെ ദൗത്യമാണ്? 2 കൂട്ടിയാൽ മതി കേട്ടോ. എത്രാമത്തെ ദൗത്യമാണ് എന്ന് പറഞ്ഞാൽ 57ന്റെ കൂടെ 2 കൂട്ടുക. എത്രയാണ്? 59ാമത്തെ ദൗത്യമാണ്. PSLVയുടെ 59ാമത്തെ ദൗത്യമാണ്. ഓക്കെ, അപ്പൊ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. ഇതിനുള്ള ആലോചന നടന്നത്, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് 2008 ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. ആരാണ്? നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു ആണ്. ഓക്കെ, ആദിത്യ L1 ദൗത്യത്തിന്റെ കാലാവധി എത്രയാണ്? 5 വർഷവും 2 മാസമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ ബിജു, SR ബിജു. ആദിത്യ L1ന്റെ കാലാവധി 5 വർഷവും 2 മാസമാണ്. അതുപോലെ എക്സ്പോസാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്പോസാറ്റ് PSLV C-58 വിക്ഷേപിച്ചത്. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ദൗത്യമായിരിക്കും? 60ാമത്തെ ദൗത്യമാണ്. 2 കൂട്ടിയാൽ മതി കേട്ടോ. 2 കൂട്ടിയ ദൗത്യം എത്രയാന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് LSGSന്റെ phase 1 നമുക്ക് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അടുത്ത നമ്മളെ ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിന് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ചൈന അനൗൺസ് പാൻഡ ഡിപ്ലോമസി. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും
സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ട നയതന്ത്രം പ്രഖ്യാപിച്ചു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കണം ശരിയാണോ എന്ന്. ഇത് ശരിയാണോ? അത് ശരിയാണ്. പാണ്ട ഡിപ്ലോമസി അല്ലെങ്കിൽ പാണ്ട നയതന്ത്രം ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചൈന US-ഉം മറ്റു രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ USA-യും എന്താണ് യൂറോപ്പുമായിട്ട് പാണ്ട നയതന്ത്രം പ്രഖ്യാപിച്ചു. കറക്റ്റ് ആണ്. അതുപോലെ USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. അത് ശരിയാണോ? എയും ആറും ശരിയാണ്, രണ്ടും ശരിയാണ്. പക്ഷെ എന്താണല്ല, ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എയുടെ ശരിയായ വിശദീകരണം അല്ല 6. എയും ശരിയാണ്, ആറും ശരിയാണ്. പക്ഷെ എന്താണ്, ഇതിന്റെ ഡെഫിനിഷൻ അല്ല, അതിന്റെ കാരണം അല്ല 6. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നമ്മുടെ ഫോറിൻ പോളിസിക്കകത്തുനിന്ന് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ഫോറിൻ പോളിസി ഇല്ലേ, ഫോറിൻ പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. സാധാരണ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ എന്താണ്, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുടെ ഫോറിൻ പോളിസിയും കൂടെ ഇപ്പം PSC ചോദിക്കുന്നുണ്ട്. UPSC ലെവൽ ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, ഇനി അടുത്തത് 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷൻ ആണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രസ്താവനയാണ് തെറ്റാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രേഷണ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡ് ആയിരുന്നു ഇത്. ശരിയാണോ? 150 അല്ല, 100-ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. 100-ാമത്തെ എപ്പിസോഡായിരുന്നു. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. കലാവൈവിധ്യം കാണിക്കാനാണ് അത് കൊണ്ടുവന്നത്. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. അതും ശരിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും അവിടെ കലയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 20 തീമുകളുടെ കലാപരമായിട്ടുള്ള പ്രതിനിധാനം അവിടെ കാണുന്നു. 20 തീം അല്ല ഉള്ളത്. എത്രയാണ് നമുക്ക് നോക്കാം. 11, 13 എങ്ങാണ്ടേ ഉള്ളു കേട്ടോ. അപ്പൊ 20 തീം ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ആണ് തെറ്റ്. 2, 3 ആണ് ശരി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 4ഉം തെറ്റ്. A ആണ് ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്ത, ആഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്ഗമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1-ന് ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? എക്സ്റേ പറ്റി പഠിക്കാനാണോ? വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ L1 എന്താണ്? സൂര്യനെ പറ്റി പഠിക്കണം. ഈ എക്സ്റേ എന്ന് പറയുമ്പോൾ തന്നെ എക്സ്റേ, പോളാരിമെട്രി അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം പോകുന്നത്. അപ്പൊ എക്സ്റേ പറ്റി പഠിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സ്പോസാറ്റിന്റെ വിക്ഷേപണത്തിലേക്ക് എത്താം കേട്ടോ. അതേപോലെ 2027 ജനുവരി 1-നാണ് വിക്ഷേപിച്ചത്. ഏതാണ് വിക്ഷേപണ വാഹനം? PSLV-C-58 ആണ് വിക്ഷേപിച്ചത്. അപ്പൊ 2 കൂട്ടിയാൽ 60 കിട്ടും. 60-ാമത്തെ ദൗത്യമാണ്. ഓക്കെ അല്ലേ? അടുത്തത് വീണ്ടും നാരീശക്തിയുടെ സെയിം ചോദ്യമാണ് വന്നേക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായി നീക്കിവെക്കണം എന്ന് പറയുന്നത്? ഏത് അമെന്റ്മെന്റ് ആണ്? 106-ാമത്തെ അമെന്റ്മെന്റ്, നാരീശക്തി ബില്ല് അല്ലെ? അപ്പൊ അതിനകത്താണ് പറയുന്നത്. അതേ സെയിം ചോദ്യമാണ്, നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ചോദ്യം സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി അടുത്ത, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ശരിയാണോ? ശരിയാണ്. 2024 ഫെബ്രുവരി 15-നാണ് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ തൊട്ട് അടുത്ത ദിവസം. ഓക്കെ, ഫെബ്രുവരി 15-നാണ് നമ്മുടെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ്
1A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ശരിയാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A മാത്രമല്ല ആർട്ടിക്കിൾ 14 ലംഘനമാണ്. പക്ഷെ അതിവിടെ പ്രശ്നമില്ല, ഇതിന്റെ ലംഘനമാണ്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അറിഞ്ഞു വെച്ചേക്ക് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ, അല്ലെ? ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലുള്ള സമത്വത്തിന്റെ ലംഘനമാണ്. അതുപോലെ വിവരാവകാശ ലംഘനമാണ്. അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. അടുത്ത എന്താണ്? ബാങ്ക് ലൈറ്റ് കോർപ്പറേറ്റീവ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിധിക്കുന്നു. അതും ശരിയാണ്. ഓക്കെ, അതും ശരിയാണ്. ഈ പറഞ്ഞത് എല്ലാം ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? എല്ലാം ശരിയാണ് എന്നതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? കുടുംബശ്രീയുടെ വാർഷികം ഇപ്പൊ റീസെന്റ് ആയിട്ട് ആചരിച്ചു, അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. 1997 കുടുംബശ്രീ സ്ഥാപിക്കുന്നത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്, അതുമൊക്കെ ശരിയാണ്. അടുത്ത കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. അപ്പൊ ഏതാണ് ഉത്തരം? എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റ് ആണല്ലേ? അപ്പൊ അത് പഠിച്ചു വെച്ചേക്ക. കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17. അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ, കുടുംബശ്രീ ദിനം. ഇനി അടുത്ത 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഏത് ബില്ലിനാണ് അനുമതി ലഭിച്ചത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവർ കുറെ അധികം ബില്ല് അയച്ചു കൊടുത്തു, അതിൽ കുറെയൊക്കെ ഗവർണർ പിടിച്ചു വെച്ചു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണിത്. നമ്മുടെ ലോകായുക്ത ബില്ല് നമ്മുടെ രാഷ്ട്രപതിക്ക് പിടിച്ചു വെച്ചിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തായിരുന്നു, പിന്നെ അംഗീകാരമൊക്കെ കിട്ടി. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ആദ്യം രാഷ്ട്രപതി അംഗീകരിച്ചത്? ഏതൊക്കെയാണ്? സർവകലാശാല നിയമങ്ങള്, എല്ലാ സർവകലാശാല ബില്ലും രാഷ്ട്രപതി ആദ്യം തന്നെ അനുമതി നൽകി. ഈ ലോകായുക്ത ബില്ലിനാണ് അനുമതി കുറച്ചൊന്ന് പിടിച്ചു വെച്ചിരുന്നത് കേട്ടോ. അടുത്തത്, ലോകായുക്ത നിലവിൽ വന്നത് എന്നാണ്? അറിഞ്ഞു വെച്ചേക്ക. ലോകായുക്ത ഇപ്പൊ അമെന്റ്മെന്റ് ഒക്കെ ചെയ്തു, ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി. ലോകായുക്തയുടെ ആൾക്കാരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫിക്സഡ് ആയിട്ട് നിലവിൽ ആരാണ് കേരള ലോകായുക്ത എന്ന് പറയാൻ പറ്റൂല, കാരണം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കളികളൊക്കെ വരുന്നത് കൊണ്ട് ഒരാൾ വരും പോവും അങ്ങനെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന്റെ 2 ദിവസം മുന്നേ നോക്കുക ആരാണ്, അതൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. കേരള ലോകായുക്ത നിലവിൽ വന്ന എന്നാണ്? 1998 നവംബർ 15. അപ്പൊ കേരളത്തിൽ ലോകായുക്ത ദിനം എന്നാണ്? നവംബർ 15. ഓക്കെ അല്ലേ? അപ്പൊ ലോകായുക്ത ആക്ട് വന്നത് 1999. 98 നിലവിൽ വന്നത്. നിലവിൽ വന്നതിന് ശേഷമാണ് ആക്ട് വന്നത്. ഓക്കെ, 98 നിലവിൽ വന്നു, 99 ആക്ട് വന്നു. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണ് പുതിയ ബില്ല് കേട്ടോ. അപ്പൊ ഇത് പ്രകാരം സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു പുതിയ ബില്ല്. ആരാണ് അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത്? നമ്മുടെ കേരളമാണ്. ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയതെന്നാണ്? 2024 ഫെബ്രുവരി 28 എന്നാണ്. 2024 ഫെബ്രുവരി 28 ലോകായുക്ത ബില്ലിന് നമ്മുടെ പ്രസിഡന്റ് അംഗീകാരം നൽകിയത്. ഓക്കെ, നമ്മുടെ ഈ 2023 കാര്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. 2023 24 ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ലോകായുക്തയ്ക്ക് ഇവിടെ അംഗീകാരം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നത്. ഇനി അടുത്ത നമ്മുടെ PMKSY ബന്ധപ്പെട്ട് ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഡിഗ്രി ലെവൽ ആയതുകൊണ്ടായിരിക്കാം അതങ്ങനെ വന്നത്, കാരണം ഡിഗ്രി ലെവലിൽ മാത്രമേ ഈ ലെവൽ ചോദ്യം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും കേരള സർക്കാർ പദ്ധതിയാണ്. അപ്പം ഡിഗ്രി ലെവൽ ഇനി അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക? നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ, പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ പദ്ധതികളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ഏതൊക്കെയാണ്? മുതിർന്ന പൗരന്മാരുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയാണോ, ജലസംരക്ഷണ മാനേജ്മെന്റ് ആണോ, സാക്ഷരതാ പരിപാടിയാണോ, സ്ത്രീ ശാക്തീകരണ പരിപാടിയാണോ, PMSKY ഏതാണ്? PMKSY ഏതാണ്? ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. 2015 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇത്. ഓക്കെ, 2015 ആരംഭിച്ചത്. 2024 രാജ്യത്തെ എല്ലാ കർഷകർക്കും ജലസേചന സൗകര്യം ലഭ്യമാക്കുകയാണ് നമ്മുടെ PMKSY പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? MGNREGA നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി 2005 ആരംഭിച്ചു. ശരിയാണോ? ശരിയാണ്.
ആണോ? അടുത്തത് MGNRE പദ്ധതി പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. അടുത്ത നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 1998 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാന കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് വേണം നൽകാൻ. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. എന്തുകൊണ്ട് ഇത് കറണ്ട് അഫയേഴ്സ് ആയി? നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് 333 രൂപയായിരുന്നു വേതനം. ഇപ്പൊ അത് പുതുക്കി 13 രൂപ കൂട്ടി 346 രൂപയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 311 രൂപയായിരുന്നു, ഇപ്പൊ 333 രൂപയാക്കിയിട്ടുണ്ട്. ഇപ്പൊ PSCയുടെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര രൂപ കൂടി എന്ന് ചോദിച്ചു. 22 രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടിയത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്രയാണ്? 13 രൂപയാണ് കൂടിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? നമ്മൾ പഠിച്ചാണ്, PSLV-C 57 ആണ് കേട്ടോ. ആദിത്യ L1 ഇമ്പോർട്ടന്റ് ആണ്, നോക്കാതെ പോകരുതേ. ഓക്കെ, ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV-C 57. അടുത്തത് താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? താലിബാൻ യുദ്ധവും അക്രമവും നമ്മൾ കണ്ടെയാണ്. അവിടെ നമ്മുടെ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് മരിച്ചായിരുന്നു. അത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഡാനിഷ് സിദ്ദീഖി. ആരാണ്? ഡാനിഷ് സിദ്ദീഖി ആണ്. ഓക്കെ, 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൗതിക ശാസ്ത്രം ആരാണ്? പിയറി അഗസ്റ്റിനി, ഫെറി ക്രൗസ്. അടുത്ത ആനി എൽ ഹൂലിയൻ. അടുത്ത രസതന്ത്രം കാരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൻ, ബാരി ഷാർപ്ലസ്. അടുത്ത സാഹിത്യം ജോൺ ഫോസെ. അടുത്ത ശരീരശാസ്ത്രം സാന്തേ പാബോ. ഏതാണ് ശരി? അപ്പൊ ഇതിനകത്ത് നമ്മുടെ PSCയുടെ ഉത്തരം കൊടുത്തിരുന്ന A ആണ്. ഇതിനകത്ത് ഉത്തരം ഇല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പൊ 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി നമ്മൾ കോഡ് വെച്ചൊക്കെ പഠിച്ചാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? ഫിസിക്സ് പഠിച്ച ആന, നമ്മൾ പഠിച്ചില്ലേ? ഫിസിക്സ് പഠിച്ച ആന എന്താണ്? ഓഗസ്റ്റില് എങ്ങോട്ട് പോയി? ഫ്രാൻസിൽ പോയി എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഫിസിക്സിന് നോബൽ പ്രൈസ് 2023 കിട്ടിയത് ആർക്കാണ്? ആനി എൽ ഹ്യൂലിയർ. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ്? ഫിസിക്സ് പഠിച്ച ആന ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ അഗസ്റ്റീനി, പിയറി അഗസ്റ്റീനി. അടുത്ത ഫ്രാൻസിൽ പോയി ഫെറൻസ് ക്രൗസ്. അത് ശരിയാണ്, അത് ഓക്കെയാണ്. ഓക്കെ, രസതന്ത്രം നമ്മൾ പറഞ്ഞ എന്താണ്? അലക്സിന്റെ വണ്ടി രസമുള്ള ബസ്സാണ് എന്നല്ലേ പഠിച്ചത്? അലക്സി ബവേണ്ടിയൊക്കെയാണ് കിട്ടിയത്. അതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് അതിന് മുമ്പ് കിട്ടിയതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 തെറ്റാണ്. പക്ഷെ 2 തെറ്റായിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ഒരു രണ്ടാമത്തെ തെറ്റാണ്. അപ്പൊ C ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്? സാഹിത്യം കിട്ടിയത് ജോൺ ഫോസേക്കാണ്. നമ്മൾ പഠിച്ചാണ്, സാഹിത്യത്തിന്റെ ഫോസിൽ എന്ന് കണക്ട് ചെയ്ത് വെച്ചു. ഫോസെ കറക്റ്റ് ആണ്. അപ്പൊ അതും ശരിയാണ്. പക്ഷെ ശരീരശാസ്ത്രം, ബയോളജിക്ക് ആർക്കാണ് കിട്ടിയത്? ബയോളജിക്ക് നമ്മൾ പറഞ്ഞാണ് മെഡിസിന്റെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? മെഡിസിൻ കിട്ടിയത് ആർക്കാണ് കിട്ടിയത്? നമ്മൾ എന്താണ്? മെഡിക്കൽ എൻട്രൻസിന് ബുദ്ധിയുള്ളവർ കയറിക്കോ എന്നല്ലേ നമ്മൾ പഠിച്ചത്? അതായത് മെഡിക്കൽ എൻട്രൻസ് മെഡിസിൻ കിട്ടിയത് ആർക്കൊക്കെയാണ്? കാരിക്കോയ്ക്കും ഡ്രൂ വൈസ്മാനും ആണ് കിട്ടിയത്. പക്ഷെ അതല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. ജസ്റ്റ് നിങ്ങൾ അതും ഒന്ന് നോക്കി വെച്ചേക്കാം. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ ഓപ്ഷൻ 2024 ആർക്കൊക്കെയാണ് പത്മ പുരസ്കാരം കിട്ടിയത്? ആർക്കൊക്കെയാണ്? ഫാത്തിമ ബീവി ഉണ്ടോ? മിഥുൻ ചക്രവർത്തി ഉണ്ടോ? സീതാറാം ജിൻഡാൽ ആണോ? ഉമാശങ്കർ പാണ്ഡെ. ആരാണ്? 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡൽ. ഇവർക്കൊക്കെ എന്ത് കിട്ടി? പത്മ പുരസ്കാരം 2024 കിട്ടി. അടുത്ത സൈബർ സുരക്ഷയും ഓൺലൈൻ സുരക്ഷയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA യുമായി ചേർന്ന് കേരള പോലീസ് സംരംഭം ഏതാണ്?
ഏതാണ് സംരംഭം? കിഡ് ഗ്ലൗ. ഏതാണ്? കിഡ് ഗ്ലൗ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, കുട്ടികൾക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ IT-യുമായി ബന്ധപ്പെട്ട് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഓക്കെ അല്ലേ? അടുത്തത് 1999 കേരള ലോകായുക്ത നിയമം, ലോകായുക്ത ബില്ല് വന്നു, അതുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ലോകായുക്ത നിയമം പ്രകാരം പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ലോകായുക്ത അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനങ്ങളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ലോകായുക്ത അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചും ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേന്ദ്ര മുഖ്യമന്ത്രി നിയമിക്കും. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം പഠനത്തെക്കുറിച്ചും ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേന്ദ്ര മുഖ്യമന്ത്രി നിയമിക്കും. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമൊന്നുമില്ല, ശുപാർശ ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2024 ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചത് കേട്ടോ. ടെക്നിക്കൽ എക്സാംസ് ഒക്കെ കുറെ ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടുള്ള നമ്മുടെ ഈ സിലബസ് അനുസരിച്ച് നടന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് ബൈ.